മെഡിക്കൽ വേസ്റ്റ് തള്ളിയെന്ന വിവാദത്തിന് പിന്നാലെ കേരളത്തിലെ തെരുവ് നായ്ക്കളെ തമിഴ്നാട്ടിൽ ഉപേക്ഷിച്ചതായി ആക്ഷേപം. അതിർത്തി പ്രദേശത്ത് നായ്ക്കളെ കൊണ്ട് ഉപേക്ഷിക്കുന്നതായാണ് ആരോപണം. കന്യാകുമാരിക്ക് സമീപം റോഡിൽ നായ്ക്കളുമായുള്ള വാഹനം കണ്ടെത്തി. എന്നാൽ വാക്സിനേഷനായാണ് ഇവയെ എത്തിച്ചതെന്നാണ് ഡ്രൈവറുടെ മൊഴി. കന്യാകുമാരിയിൽ നിന്ന് സജയകുമാർ ചേരുന്നുണ്ട്. സജയകുമാർ, ഇതിനു മുൻപ് ഈ മെഡിക്കൽ വേസ്റ്റ് തള്ളിയതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉയർന്നതാണ്. ഇപ്പോൾ തെരുവ് നായ്ക്കളെ തമിഴ്നാട്ടിൽ ഉപേക്ഷിക്കുന്നതായിട്ടുള്ള പരാതി. സംഭവത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? എന്തിനാണ് ഈ തെരുവ് നായ്ക്കളെ അവിടെ എത്തിച്ചതെന്നാണ് ഈ ഡ്രൈവർ മൊഴി നൽകിയിരിക്കുന്നത്. സംഭവത്തിൽ തമിഴ്നാട്ടിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഇതിലുള്ള നടപടികൾ ഉണ്ടാകുമോ? തമിഴ്നാടിന്റെ പല ഭാഗത്തും പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ കന്യാകുമാരി ജില്ല, അതേപോലെ തിരുനെൽവേലി ജില്ലകളിൽ കേരളത്തിൽ നിന്നും ഹോട്ടൽ വേസ്റ്റുകൾ, അതേപോലെ തന്നെ കോഴി ഇറച്ചി വേസ്റ്റുകൾ, അതേപോലെ മെഡിക്കൽ വേസ്റ്റുകൾ കൊണ്ട് ഡംപ് ചെയ്തിട്ട് പോകുന്ന സംഭവം ഉണ്ടാവുകയും തിരുനെൽവേലി ഭാഗത്ത് ഇതുപോലുള്ള ഒരു പൊതുസ്ഥലത്തെ മെഡിക്കൽ വേസ്റ്റുകൾ കൊണ്ട് ഡംപ് ചെയ്ത് പോയ കേരള വാഹനങ്ങളെ പിടിക്കുകയും ഇത് സംബന്ധമായി വളരെ വിവാദങ്ങൾ ഉണ്ടാവുകയും ഹൈക്കോടതി തന്നെ ഇടപെട്ട് കേരള ഹൈക്കോടതി ഈ പ്രശ്നത്തിൽ ഇടപെട്ട് അവിടെ നിന്ന് ഈ മെഡിക്കൽ വേസ്റ്റുകളെ അവിടെ നിന്ന് കേരളത്തിനെ കൊണ്ട് തന്നെ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ടെമ്പോ ട്രാവലർ തിരുവനന്തപുരത്തിൽ നിന്ന് 20-ൽ പരം തെരുനായ്ക്കളെ ഒരു ടെമ്പോ ട്രാവലർ കയറ്റി രണ്ടുപേർ, അതിൽ ഒരു ഉത്തരേന്ത്യക്കാരനായ ഒരാളും ഡ്രൈവറും അടങ്ങുന്ന 2 പേർ അടങ്ങുന്ന അവരാണ് ഈ തമിഴ്നാടിന്റെ മലയോര മേഖല, അതായത് വെള്ളട വഴിയായി കന്യാകുമാരി ജില്ലയിൽ പ്രവേശിക്കുന്ന ഭാഗം വഴിയായി നെട്ട പോലീസ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് നെട്ടയിൽ, തമിഴ്നാടിന്റെ. ആ ചെക്ക് പോസ്റ്റ് കടന്നാണ് കട്ടച്ചൽ എന്ന ഭാഗത്ത് 20-ൽ പരം തെരുനായ്ക്കളെ അവിടെ കൊണ്ട് വിടുകയുണ്ടായത്. ഇത് അവിടെ ഉണ്ടായിരുന്ന ഈ ചെക്ക് പോസ്റ്റ് കിടക്കുമ്പോൾ പോലീസുകാരോട് ഇവർ പറയുകയുണ്ടായത് വാക്സിനേഷന് വേണ്ടിയാണ് ഇത് നായ്ക്കളെ കൊണ്ടുപോകുന്നത് എന്ന് പറയേണ്ടായി. തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ ഇതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് ഇതുപോലെ തമിഴ്നാട്ടിൽ വരുന്ന നിയമവിരുദ്ധമായി കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് കൈക്കൂലി വാങ്ങിക്കൊണ്ട് കടത്തിവിടുന്നതായ ഈ പരാതി ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇന്നലെയും ഈ തെരുനായ്ക്കളെ കയറ്റി വന്ന ടെമ്പോ ട്രാവലർ ഈ ചെക്ക് പോസ്റ്റ് കടന്ന് തമിഴ്നാട്ടിലേക്ക് വരികയും കട്ടച്ചൽ ഭാഗത്ത് കൊണ്ട് വന്ന് പൊതുസ്ഥലത്ത് ഈ തെരുനായ്ക്കളെ തുറന്നുവിടുന്ന സമയത്ത് അവിടുത്തെ പൊതുജനങ്ങൾ ഇത് കാണുകയും ഉടൻ തന്നെ അവരെ ഈ വാഹനത്തെ തടുത്ത് നിർത്തി ഇവരെ പിടികൂടി കടയാലുമൂട് പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് വരികയും അവിടെ പൊതുജനങ്ങളെ എല്ലാവരും കൂടെ തന്നെ ഈ തെരുവിൽ ഉപേക്ഷിച്ച തെരുനായ്ക്കളെ അവരെ വെച്ച് തന്നെ പിടികൂടി ടെമ്പോ ട്രാവലറിൽ കയറ്റി കടയാലുമൂട് സ്റ്റേഷനിൽ കൊണ്ടെത്തിക്കുകയും വാഹനത്തിന് 2 ലക്ഷം രൂപ കടയാലുമൂട് പഞ്ചായത്തിന്റെ ഒരു പിഴ നൽകുകയും തുടർന്ന് ഇവരോട് അന്വേഷണം നടത്തി വരികയും ചെയ്യുകയുണ്ടായി. ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. തമിഴ്നാട്ടിൽ വളരെ ചർച്ചയും വീണ്ടും നേരത്തെ തന്നെ മെഡിക്കൽ വേസ്റ്റ് ഇവിടെ തമിഴ്നാട്ടിന്റെ പല ഭാഗത്തും നിക്ഷേപിച്ച് വലിയ ചർച്ച കേരള ഹൈക്കോടതി തന്നെ ഇടപെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നും തെരുനായ്ക്കളെ വാക്സിനേഷൻ എന്ന വ്യാജേന തെരുനായ്ക്കളെ തമിഴ്നാടിന്റെ ഭാഗത്തുകൊണ്ട് ഉപേക്ഷിക്കുവാൻ തുറന്നുവിടാൻ ശ്രമിച്ച ഈ സംഭവം വളരെ ഒരു ചർച്ചയിലേക്ക് തമിഴ്നാട്ട് കടന്നിരിക്കുകയാണ് കേട്ടോ. വ്യക്തമാണ്. കന്യാകുമാരിയിൽ സജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. മെഡിക്കൽ വേസ്റ്റ് തള്ളിയെന്ന വിവാദത്തിന് പിന്നാലെയാണ് കേരളത്തിലെ തെരുവ് നായ്ക്കളെ തമിഴ്നാട്ടിൽ ഉപേക്ഷിച്ചതായി കണ്ടെത്തിയിരിക്കുന്നത്.